ഇന്നലെ ഞാൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടിട്ട് വണ്ടി നിർത്തിയിട്ട് ഞാനൊരു പെർഫ്യൂം മേടിച്ചിട്ട് വന്നു. ഞാൻ ഇന്നലെ എറണാകുളത്ത് നിന്ന് തൃശ്ശൂര് വരുമായിരുന്നു. അപ്പൊ ഞാൻ വരുമ്പോ ഒരു ജ്യൂസ് ഷോപ്പ് കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് അവിടുന്ന് ജ്യൂസ് കുടിക്കാം. പക്ഷെ അതൊരു ചെറിയ കട, അപ്പൊ അവിടെ പാർക്കിംഗ് ഇല്ല. അതിന്റെ ഓപ്പോസിറ്റ് ഒരു ഫ്രേഗ്രൻസ് ഷോപ്പ് ഉണ്ട്. അതിന്റെ ഫ്രണ്ടിൽ നിർത്താം. അപ്പൊ എന്റെ ഒരു സിസ്റ്റർ പോയിട്ട് വേഗം ജ്യൂസ് മേടിക്കാൻ പോയപ്പോ അവര് നമ്മളെ പാർക്കിംഗ് നിന്ന് പുറത്താക്കാണ്ടിരിക്കാൻ ജസ്റ്റ് ഉള്ളിൽ പോയിട്ട് അവിടെ ഇല്ലാത്തൊരു പെർഫ്യൂം ചോദിച്ചിട്ട് നമുക്ക് സോറി ഇവിടെ ഇല്ലല്ലോ പെർഫ്യൂം, ഞങ്ങൾ അത് മേടിക്കാൻ വന്നതാ, അങ്ങനെ ഒരു ഇതിൽ നമുക്ക് ജസ്റ്റ് ഇറങ്ങാമെന്ന് വിചാരിച്ച് പറഞ്ഞിട്ട് ഞാൻ എന്റെ സിസ്റ്ററിനെയും കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ചെന്ന് നമ്മൾ കയറി കഴിഞ്ഞപ്പം ആശിഷിക്ക് ഒരു കോള് വന്നു. അപ്പൊ അതാണെങ്കിൽ അത്യാവശ്യം പ്രീമിയം ഒരു പെർഫ്യൂം സ്ഥലം. അപ്പൊ അയാൾ എന്നോട് വന്നിട്ട് എന്താ വേണ്ട മേഡം. അപ്പൊ ഞാനാണെങ്കിൽ ആശിച്ച് പോയി. അപ്പൊ ഞാനിങ്ങനെ വാനില സെന്റുള്ള എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ അവര് ഉണ്ടല്ലോ എന്നൊരു കുറെ ഓപ്ഷൻസ് കാണിച്ചു. ഞാനപ്പോ ഇങ്ങനെ എന്ത് പറയും, എനിക്ക് വേറെ ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ വെച്ചു ഷിയ ബട്ടർ സെന്റ് ഉള്ളത്. അപ്പൊ വേറെ കുറെ ഓപ്ഷൻസ് കാണിച്ചു. അങ്ങനെ ഇങ്ങനെ ടൈം പോവാൻ തുടങ്ങി. പക്ഷെ ഇയാളാണെങ്കിൽ നിർത്തുന്നില്ല. അപ്പൊ ആണെങ്കിൽ ഒരെണ്ണം സാമ്പിൾ എടുത്തിട്ട് പോകും മേഡം. പക്ഷെ മാൻ, ഇത്രയും പെർസ്വേസീവ് പവറുള്ള ഒരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. മാൻ, ഒരു ചെറിയൊരു 60 റുപ്പീസിന്റെ ജ്യൂസ് മേടിക്കാൻ വേണ്ടി നിർത്തിയിട്ട് 1200 ഒരു പെർഫ്യൂം മേടിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. മര്യാദയ്ക്ക് ആ റോഡ് സൈഡിൽ എങ്ങാനും നിർത്തിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ആ ഫ്രണ്ടിൽ നിർത്തി അതിന്റെ ഉള്ളിലോട്ട് കയറി പോകേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു. എന്നിട്ട് എന്റെ സിസ്റ്റർക്ക് ആ പെർഫ്യൂം അത്ര ഇഷ്ടപ്പെട്ടു പോലും ഇല്ല. എന്റെ ഐഡിയ ആയി പോയി. ബാഡ്.